നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മേജർ രവിയാണ്. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു യാത്രയായിരുന്നു, ഓർമ്മയുണ്ട് ചേട്ടാ? വാഗമൺ. അതെ, ഒരു വണ്ടി. അത് ബെൻസിൻ്റെ എ ക്ലാസ് ആയിരുന്നു. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ വിവരങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിലും നേരിട്ട് കണ്ടിരുന്നില്ല. ഇപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ നമുക്കൊരു ചെറിയ ഇൻ്റർവ്യൂ വേണമെന്ന് ഞാൻ പറയാൻ കാരണം, ദ ഹണ്ട് എന്നുള്ള പേരിൽ രാജീവ് ഗാന്ധി വധക്കേസിനെ പറ്റി ഒരു പുതിയ സീരീസ് വന്നിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാണുകയും ട്രെൻഡിങ്ങിലൊക്കെ നിൽക്കുന്ന ഒരു സീരീസാണ്. അപ്പം കഴിഞ്ഞ ദിവസം എൻ്റെ ഓഫീസിലുള്ള ഒരാൾ എൻ്റെ അടുത്ത് അത് കണ്ടിട്ട് പറഞ്ഞു, നല്ല രസമുണ്ട് കേട്ടോ, സീരീസൊക്കെ നല്ല രസമുണ്ട്. അതിൽ പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രവീന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. അദ്ദേഹം എൻ്റെ NSC കമാൻഡറായിട്ട് വന്ന ആളാണ്. പേര് കേട്ടിട്ടൊരു മലയാളിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണതെന്ന് പറഞ്ഞു. അതാരാന്ന് ചോദിച്ചു. അതാണ് നമ്മുടെ മേജർ രവി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി മലയാളികൾ വേണ്ടത്ര ഇപ്പോഴും രവിയേട്ടനെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള കാര്യം. കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ കള്ളികളിൽ ഒതുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ മലയാളികൾക്ക്. അങ്ങനെ ഒതുക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നി. തീർച്ചയായിട്ടും അങ്ങനെ ഒതുക്കപ്പെടേണ്ട ഒരാളല്ല. കാരണം രാഷ്ട്രപതിയുടെ ഗാലൻട്രി മെഡൽ 2 പ്രാവശ്യം വാങ്ങിച്ച ആളാണ്. കൂടാതെ രാജ്യത്തെ ഏറ്റവും വലിയ ഓപ്പറേഷൻസിലൊക്കെ മുൻപന്തിയിൽ നിന്ന് നേരിട്ട ആളാണ്. അത്തരം പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. പ്രത്യേകിച്ച് ദ ഹണ്ട് എന്ന് പറയുന്ന പുതിയ സീരീസ് വന്ന സാഹചര്യം അത് കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം തൊട്ട് നമുക്ക് ചോദിച്ചു തുടങ്ങാറുണ്ട്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് വളരെ പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലത്താണ്. ഞാൻ വിചാരിച്ചത് എറണാകുളത്ത് ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെൻറ്റിലായിരിക്കും ഇവിടെ താമസിക്കുന്നത്. കാരണം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു, അത് പിന്നെ പൊളിച്ചും പോയി. പക്ഷേ ഇപ്പോൾ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനെ പട്ടാമ്പിയിൽ നിന്ന് പട്ടാളം വഴി പുത്തൻകുരിശിലെത്തി നിൽക്കുകയാണ് അല്ലേ? അല്ല, നല്ല വീട് കേട്ടോ, നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരു തിരക്കും ഇല്ലാത്തൊരു പ്രശാന്ത സുന്ദരമായ സ്ഥലം. എത്ര ഇപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട്? ഞാനിവിടെ ഒരു 7 വർഷത്തോളമായി. 7 വർഷമായി. ബേസിക്കലി ഞാനിവിടെ വന്നിട്ട് അന്വേഷിച്ചപ്പോഴാണ്, ഇവിടെ ചുമ്മാ ജയേഷൻ്റെ വീടുണ്ട് ഇവിടെ. അപ്പോൾ അവൻ്റെ ഇവിടെ ഒരു ദിവസം ലഞ്ചിന് വന്നപ്പം അന്വേഷിച്ചപ്പം ഇവിടെ ആൾക്കാർ പറഞ്ഞു, ഇവിടെ വെള്ളം ഇവിടെ നിന്നാണ് കൊച്ചിക്കെല്ലാം ടാങ്കറിൽ കൊണ്ടുപോകുന്നത്, അത്രയും വെള്ളം ഉണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുവാണെങ്കിൽ ഞാനിവിടെ നിന്ന്. അങ്ങനെയാണ് ഈ ഒരു 12 സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് കിണർ കുഴിച്ച് എനിക്കൊരു 10-15 അടി പോയപ്പോഴത്തേക്കും വെള്ളം വന്ന് ആ 7 വർഷമായിട്ട് ഇന്ന് ഞാൻ കിണറ്റ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ബെസ്റ്റ് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ആ വെള്ളം നമ്മൾ ബക്കറ്റിൽ വെച്ചിട്ട് ഒരാഴ്ച നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേഷൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബക്കറ്റിനകത്തൊരു വഴുപ്പുണ്ടായിരിക്കും. കാരണം അതിൻ്റെ ഇത് ഇറ്റ്സ് സോ പ്യോർ. നമുക്ക് ഫിൽറ്ററൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് കുടിക്കുന്നതും കുളിക്കുന്നതും ഒരേ വെള്ളം. കുറേ കാലമായിട്ട് അതില്ലായിരുന്നു. പട്ടാമ്പി വിട്ടാൽ പിന്നെ ഇപ്പോൾ അതില്ല. പട്ടാമ്പിയിൽ അങ്ങനെയാണല്ലോ, നമുക്ക് എല്ലാം കിണറിൻ്റെത്. അപ്പം അതൊരു ഫീൽ കിട്ടിയതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് വൈറ്റിലുണ്ടെങ്കിലും അങ്ങോട്ട് അങ്ങനെ ഇവിടുത്തെ വെള്ളം ഇഷ്ടപ്പെട്ടു. എന്നാലും ഇനി ആരും ഇറക്കി വിടില്ലല്ലോ, ധൈര്യമായിട്ട് വെക്കാം. ധൈര്യമായിട്ട് പെർമിഷൻ കൊടുത്ത് 5 വർഷത്തെ ലക്ഷറി ടാക്സ് അടക്കം അഡ്വാൻസും കൊടുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ടെൻഷനില്ല. അല്ല, ഈ വണ്ടികൾ വേറെ BMW ഒക്കെ ഉണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ മകൻ്റെ അടുത്തുണ്ട്. അപ്പം അതൊക്കെ നടക്കും. ഇത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിൻ്റെ പിറകിലിരുന്ന് പോകാൻ നല്ല സുഖമാണ്. അപ്പം പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഡ്രൈവറെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട്. അല്ലെങ്കിൽ പിന്നെ BMW ഡ്രൈവേഴ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് BMW. അത് വൈഫ് ഓടിക്കുന്നതാണോ? ഇത് വൈഫ് ഓടിക്കുന്നത്. അത് കുറെ പഴക്കമുണ്ടെങ്കിലും വെരി ഗുഡ് വെഹിക്കിൾ, അവളുടെ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും വണ്ടികളൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത് ദ ഹണ്ട് കണ്ടോ? ഞാൻ കണ്ടു. ഞാനത് കാണാൻ കാരണം എനിക്കൊരു ദിവസം രാത്രി ഒരു ലിങ്കും ഒരു ഇതുമായിട്ട് എൻ്റെ ഒരു ഓഫീസർ കോസ്മേറ്റ് താഴത്തുണ്ടായിരുന്നു. ഏയ് രവീന്ദ്രൻ, ഇസ് ഇറ്റ് യു നോ? അപ്പം ഞാൻ പറഞ്ഞു, യാ ഐ ഡിഡ് ദിസ്. അപ്പോൾ സാറേ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് യു ആർ ദ വൺ ഹു ഹാസ് ഡൺ ഇറ്റ് എന്ന് പറഞ്ഞു. എൻ്റെ കോസ്മേറ്റ്സിൽ പോലും പലർക്കും അറിയില്ലായിരുന്നു ഈ രവീന്ദ്രനാണ് ആ രവീന്ദ്രൻ. ഈ രവീന്ദ്രനാണ്, ഈ AK രവീന്ദ്രനാണ് ഇപ്പോഴത്തെ മേജർ രവി എന്ന് പറയുന്ന ആൾ. ഇത് അവർക്ക് പോലും അറിയില്ലായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, യു വാച്ച് ഇറ്റ്. അങ്ങനെ ഞാനതിരുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഒരു മുഷിപ്പ് തോന്നിയത് ഈ ക്യാപ്റ്റൻ രവീന്ദ്രനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ യൂണിഫോമിൽ വരുന്നതാണ്. ഞാൻ ഒരിക്കലും അവിടെ യൂണിഫോമിൽ പോയിട്ടില്ല. SITയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ സിവിൽ ഡ്രസ്. അന്ന് താടിയുണ്ട് എനിക്ക്. ഞങ്ങൾ കമാൻഡ് ഹൗസിൽ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ടീം എന്ന് പറയുന്ന നമ്പർ 1 സ്ക്വാഡിൻ്റെ അൽഫ ടീം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും വി യൂസ് ടു ബി ഓൺ സിവിൽ ഡ്രസ്, താടി, കവർ. കാരണം അന്ന് പഞ്ചാബ് ഓപ്പറേഷൻ ഉണ്ട്, കാശ്മീർ ഓപ്പറേഷൻ ഉണ്ട്, ഇത് രണ്ടുമായിരുന്നു. അവിടേക്ക് ഈ താടിയുടെ ആവശ്യമുണ്ട്. പഞ്ചാബ് ഓപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് ഭിന്ദ്രൻവാലയുടെ ഓപ്പറേഷൻ. ഭിന്ദ്രൻവാല കഴിഞ്ഞിട്ട്, ഭിന്ദ്രൻവാല 84 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ബ്ലാക്ക് തണ്ടർ
84 ബിൻഡർമാല ഈ കില്ലിംഗ് നടത്തി. അത് കഴിഞ്ഞ് 87 ബിൻഡർമാല കൊല്ലപ്പെടുന്നത്. ബ്ലാക്ക് തണ്ടർ ഓപ്പറേഷൻ. ബ്ലൂ സ്റ്റാറിലൊന്നും അങ്ങനെ നടന്നില്ല, രക്ഷപ്പെട്ടു. ബ്ലാക്ക് തണ്ടറിൽ അയാൾ അടിക്കപ്പെട്ടു. പക്ഷെ അതിനുശേഷം ഞങ്ങൾ 88, 89, 90-കളിലെല്ലാം കാശ്മീരിൽ അപ്പോഴും ഇതേപോലെ തന്നെ മിലിറ്റൻസി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എൻ്റെ ടീം എന്ന് പറയുന്നത് നമ്പർ 1 സ്ക്വാഡിൻ്റെ അൽഫ ടീം, പാര ജമ്പ് ചെയ്തിട്ടുള്ള ഞങ്ങൾ 30 പേര് ഒരു ടഫ് ടീമായിരുന്നു. അതിനകത്ത് ഞാനും എൻ്റെ പിള്ളേരെന്ന് പറയുന്നത് ഇപ്പോൾ ഈ 6 JCOs കാണും, അതുപോലെ തന്നെ 20ഓളം സിപ്പായിസ്, ഒരു എൻജിനീയർ എക്സ്പേർട്ട്, എക്സ്പ്ലോസീവ്സിനും ഇതിനെല്ലാം കൂടെ ആയിട്ട് അങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാൾ, അങ്ങനെ 30 പേരുടെ ഒരു ടീമാണത്. ഒരു ടീമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഹിറ്റ് ടീം. ഇത് പഞ്ചാബിലും കാശ്മീരിലും സൈമിൾട്ടേനിയസ്ലി ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവിടെ പോവും, കുറച്ച് ദിവസം നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കി ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പം ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാസം ചിലപ്പോൾ 1-2 കില്ലിങ്സ് കിട്ടും. സോറി ടു യൂസ് ദാറ്റ് വേർഡ്. അതെ, 1-2 കില്ലിങ്സ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇപ്പോൾ പഞ്ചാബിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലിറ്റൻസ് പല രീതിയിലാണ്. പഞ്ചാബിൽ ദേ വിൽ ഫൈറ്റ് ബാക്ക്. നമ്മൾ അവരായിട്ട് അറ്റാക്ക് ചെയ്ത്, അപ്പോൾ അവിടെയാണ് എൻ്റെ ഫസ്റ്റ് കില്ലിങ്സ് എന്ന് പറയുന്നത് 7 പേരെ കൊന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻ്റ് എന്ന് പറയുമ്പോൾ അതവന്മാർ ലാസ്റ്റ് വരയ്ക്ക് ഫൈറ്റ് ചെയ്യും. കാരണം ഇവരെല്ലാം ഡെഡ് ബോഡിക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ചുണ്ടിലിൻ്റെ അടിയിൽ ഫുൾ OPM വെച്ച് ഇതായിരിക്കും, ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരിക്കും. ഇവർ അണ്ടർ ഡ്രഗിൻ്റെ ഇൻഫ്ലുവൻസിലാണ് വരുന്നത്. പലരും സർദാറിൻ്റെ രൂപത്തിൽ വരുന്നവർ പാകിസ്ഥാനീസും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊന്ന്. നേരെ മറിച്ച് അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമുക്കൊരു രസമുണ്ട്, കൊല്ലാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. കാശ്മീരിൽ പോയാൽ എന്ത് പറ്റുമെന്നറിയാം, അവർ വെടിവെപ്പും ഇതൊക്കെ നടക്കും ഫ്രീ ആയിട്ട്, ഈസി ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവർ വെപ്പനും തൂക്കിക്കൊണ്ട് വന്നിട്ട് പറയും, സോറി അല്ലാ കസം ഹംനെ നയിക്കുക, അതാണ് ദൈവത്തിനെ പടച്ചവനെ പിടിച്ച് സത്യം ചെയ്തിട്ട് നമ്മുടെ കാക്കലൊക്കെ വീണിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇതിനെന്ത് ചെയ്യണം. അപ്പം സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ പറ്റില്ല, പല റീസൺസും ഉണ്ട്. അപ്പം അതുകൊണ്ട് സറണ്ടർ ചെയ്ത് കളയും. പഞ്ചാബിൽ അവർ സറണ്ടർ ചെയ്യില്ലായിരുന്നു. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ പിന്നെ എന്താണ്, പിന്നെ നമ്മൾ ഹാൻഡ് ഇറ്റ് ഓവർ ടു ദ പോലീസ്. നമ്മുടെ ഇൻട്രോഗേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗുപ്കാർ ജയിലുണ്ട്. അല്ല, ഞാൻ അവരെ ഇപ്പം പ്രത്യേകിച്ചൊന്നും അവിടെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ വകുപ്പുണ്ടോ, അതോ പാകിസ്ഥാനികളാണ്? അല്ലല്ല, നിങ്ങളുടെ കയ്യിൽ തോക്കുണ്ട്. അതും ഒരു ആർമഡ് ഫോഴ്സ് അവിടെ ലോ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ തോക്കോടുകൂടി പിടിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ പുറലോകം കാണില്ലല്ലേ. അങ്ങനെ കാണാത്തവന്മാരെ രക്ഷിക്കാനാണ് ഇവന്മാർ ഹൈജാക്ക് നടത്തിയിരിക്കുന്നത്, കിഡ്നാപ്പ് നടത്തിയിരിക്കുന്നത്. റുബൈയ സൈദിനെ കിഡ്നാപ്പ് ചെയ്ത് 4 പേരെ വെടിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ അങ്ങനെയുള്ളതാണ് പിന്നെ അവർ ചെയ്യുന്നത്. കാന്താരൊക്കെ അങ്ങനെ ഉണ്ടായിട്ടില്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് അതൊക്കെ. സോ ഇവിടെ ഇപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ ആ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് തന്നെ അയാൾ യൂണിഫോമിലാണ് വരുന്നത്. വേറെ എൻ്റെ ഫോട്ടോസ് കണ്ടാൽ അറിയാം, ആ സമയത്തുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് അതിൻ്റെ തുടക്കം തൊട്ടെന്ന് പറയുകയാണെങ്കിൽ രവിയേട്ടൻ ഇപ്പം ഡൽഹിയിലായിരിക്കുമ്പോഴാണോ വിളി വന്നത്? ഞാൻ ഡൽഹിയിൽ നിന്ന് ആക്ച്വലി എന്താ വെച്ചാൽ ഞാനത് കഴിഞ്ഞു. ഇത് എന്ന് നടന്നു ഈ 20-ാം തീയതി മെയ് 20th ഞാനന്ന് അവിടെ ഡ്യൂട്ടി ഓഫീസിലായിരുന്നു. NSG ഹെഡ്ക്വാർട്ടേഴ്സിൽ ഞങ്ങൾക്ക് ഒരു ദിവസം 2 മാസം 3 മാസത്തിൽ ഒരു ദിവസം ഡ്യൂട്ടി വരും. അത് 24 hours നമ്മൾ അവിടെ ഇരിക്കണം, നൈറ്റും ഡേയും. ഫുൾ ഹോട്ട് ലൈൻ ഫോണുകളെല്ലാം വെച്ചിട്ട് എവിടെ നിന്നുള്ള കോളുകളും വേണമെങ്കിലും നമുക്ക് അങ്ങോട്ട് എത്താം. ക്യാബിനറ്റിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ആ കോൾ അവിടെ ഹോട്ട് ലൈനിൽ വരും. അങ്ങനെയാണ് 10 മണിക്ക് 10, 26, 30 ഇടയ്ക്ക് കോൾ വരുന്നു. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരിക്കലും ഇതുപോലുള്ള ഓപ്പറേഷനുകളിൽ പോകുന്ന സമയത്ത് ഞാൻ അന്ന് എന്താ പറ്റിയെന്ന് ഞാൻ ഡ്യൂട്ടി ഓഫീസിലായിരുന്നതുപോലെ വന്നിട്ട് ഈ കോൾ വന്നപ്പോഴത്തേക്കും TV-യിൽ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസുകൾ വരാൻ തുടങ്ങി. രാജീവ് ഗാന്ധി അസാസിനേറ്റഡ്, ഇവിടുന്ന് എനിക്ക് കോൾ എൻ്റെ ഫോണിൽ വന്നിരിക്കുന്നു, അസാസിനേറ്റഡ്, ഗെറ്റ് യുവർ ടീം റെഡി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വേഗം നമുക്ക് ഇൻഫോം ചെയ്യണം, DG അവർ എല്ലാവരും ഇൻഫോം ചെയ്ത് 5 മിനിറ്റിനകത്ത് കംപ്ലീറ്റ് ടീമിനെ അലേർട്ട് ചെയ്ത് എയർക്രാഫ്റ്റ് അടക്കം ഓർഡർ ചെയ്ത് ഇതൊക്കെ നമുക്ക് നല്ല പവറുണ്ട് അവിടെ. IL-76 ARCയിൽ അത് റോഡ് ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും, അതിനടക്കം നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു
ഹാവ് ടു മൂവ് ആൻഡ് പൈലറ്റ് ടു ബി സ്റ്റാൻഡ് ബൈ. ഇതെല്ലാം കൊടുത്തിട്ട് 10 മിനിറ്റിനകത്ത് ഈ പരിപാടിയൊക്കെ നടത്തി. എന്നിട്ട് ഞാനിരുന്ന് ഇങ്ങനെ TV കണ്ടപ്പോഴത്തേക്ക് എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞ് ആ സീക്വൻസ് കണ്ടിട്ട് ഞാനപ്പം അവിടെ ഇരുന്നുകൊണ്ട് എന്താ അറിയില്ല, വളരെയധികം വിഷമിച്ചിട്ട് ആ മനുഷ്യൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷ്ണ, ഈ ദേവന്മാർ ചെയ്താലും ശരി ഈ ഓപ്പറേഷൻ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്ന്. അതൊരു ഉള്ളിൽ തട്ടിയിട്ടുള്ളൊരു പ്രാർത്ഥന തന്നെയായിരുന്നു. അങ്ങനെ അന്ന് രാത്രി മുഴുവൻ ഭയങ്കര വിഷമിച്ച് പല കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞു, ഉറങ്ങി, നോർമൽ. പിറ്റേ ദിവസം ഞങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള ഓർഡർ വന്നിട്ടില്ല NSGക്ക്. അവിടെ അപ്പം മദ്രാസിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞു, എന്നിട്ടും ഓർഡർ ഒന്നും വന്നിട്ടില്ല. അപ്പം പിന്നെ ഞാൻ ലീവ് എടുത്തിട്ട് എൻ്റെ ഒരു മാരുതി വണ്ടിയിട്ട് ഹീറ്റിൻ്റെ തന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ വണ്ടി കൊണ്ട് നാട്ടിലേക്ക് വരാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, എടാ നിൻ്റെ കേണൽ ദത്ത PP നമ്പർ. അപ്പം ഞങ്ങളുടെ ഇവിടെ ഫോണുമില്ല. വേലനേരം ഇവിടേക്ക് ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു, 2-3 പ്രാവശ്യം വിളിച്ചു, നീ വന്നാൽ പെട്ടെന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ടുണ്ട്. അപ്പം നമ്പർ നോക്കും മദ്രാസിലത്തെ നമ്പർ. അങ്ങനെ വിളിച്ചപ്പം അങ്ങേര് കുറേ തെറിയും വിളിച്ച് പെട്ടെന്ന് ഇവിടെ വന്നു. അങ്ങനെയാണ് ഞാനവിടെ മദ്രാസിലെത്തുന്നത്. SIT. അപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിരുന്നു മരണം? രാജീവ് ഗാന്ധി മരിച്ചു 15 ദിവസം ഒക്കെ ആയിരിക്കുന്നുണ്ടാവും ഏകദേശം. അപ്പോഴത്തേക്ക് ഇത് LTT ആണ് പിന്നെ മനസ്സിലാക്കിയിരുന്നു. 4-5 ദിവസം ആയപ്പോഴത്തേക്ക് സംഭവം ഏകദേശം രൂപം കിട്ടി. അങ്ങനെ അവിടുന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. ആ സൈതാപ്പേട്ടായിരുന്നു ആദ്യത്തെ ഇത്, മുരുകൻ നളിനി. അവിടുന്ന് തുടങ്ങിയിട്ട് കുറേ ഓർമ്മയില്ലാത്ത കുറേ ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട്, കുറേ സ്ഥലത്ത് പോയിട്ട്. അത് എന്തെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയിൽ കാണിച്ചതൊക്കെ അന്ന് ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സിനിമ കണ്ട ശരിയാണ്, ഇതുണ്ടായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ. പിന്നെ അതിന് ഞാൻ സിനിമാറ്റിക്കലി ഇപ്പം ഇതിനകത്ത് സീരീസിൽ കാണിച്ചിരിക്കുന്ന പലതും എൻ്റെ സിനിമയിൽ നിന്നുള്ളത് തന്നെയാണത്. അതെ, മിഷൻ 90 ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു സിനിമ വന്നിരുന്നു. അതുകൂടാതെ 90 ഡേയ്സ് ഒരു പുസ്തകം വന്നു. ഇതിനെ രണ്ടിനെ തന്നെയാണ് ഇവർ ശരിക്കും അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. പക്ഷേ രവിയേട്ടൻ്റെ ഒരു ഭാവന വന്ന കാര്യം പോലും ഇതിൽ വന്നല്ലേ? വന്നിട്ടുണ്ട്. കാരണം ഇപ്പം ഞാനൊരു ക്രിയേറ്റർ എന്നുള്ളൊരു രീതിയിൽ ഇവളെക്കുറിച്ച്, തനുവിനെ കുറിച്ചിട്ട് നമുക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് ഇവർ അത്രയും സ്ട്രോങ് ആണ്. അതാണ് അവർ ആ ലാസ്റ്റ് ദിവസം ശാപ്പാടൊക്കെ കഴിച്ചിട്ട് പോകുന്ന സമയത്ത് ഇവള് കയ്യൊക്കെ കഴുകിയിട്ട് മുല്ലപ്പൂ മണക്കുന്നൊരു സീൻ ഞാനിട്ടുണ്ടായിരുന്നു. തന്നെ ആ കുട്ടിയുടെ മനസ്സിനകത്ത് ഐ എം നോട്ട് ബോതേർഡ്, ഐ എം ഗോയിങ് ടു ഡു സംതിങ് ഗ്രേറ്റ്. അതിൻ്റെ ഒരു ഫീലുള്ളൊരു പെണ്ണെന്ന് പറയുന്ന സമയത്ത് മുല്ലപ്പൂവിന് മണമില്ല എന്ന് പോലെ എല്ലാം പറയുന്നത് എന്താ, നാളെ മരിക്കാൻ പോകുന്നുള്ള കൺഫേം ആയിട്ടില്ല. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഇതിലോട്ട് അതൊക്കെ എല്ലാം പോയിക്കോട്ടെ. പക്ഷെ പല കാര്യങ്ങളും എനിക്ക് ഇതിനകത്തൊരു കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ കമാൻഡോസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ യൂണിഫോം ഇടാറില്ല. കാരണം ഇതൊരു സീക്രട്ട് മിഷനാണ്. ഒരുത്തൻ സയനൈഡ് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന അന്നത്തെ ആ ക്യാപ്റ്റൻ രവീന്ദ്രൻ എന്ന് പറയുന്ന ആള് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ മേജർ രവി ആയിട്ട് നിൽക്കുമ്പോൾ പലർക്കും ഇത് അറിയില്ല എന്താണ് ഈ ക്യാപ്റ്റൻ രവീന്ദ്രൻ ആയിരുന്നു എന്നുള്ളത്. അന്നത്തെ സമയത്തുള്ള ഇപ്പം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോൾ സാധിക്കില്ല. പക്ഷെ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ചെയ്തിരിക്കും. ബട്ട് ദെൻ അന്ന് അതിൽ നോക്കും നിങ്ങൾ, പലയിടത്തും നമ്മൾ സയനൈഡ് പിടിച്ച് വലിക്കുന്നുണ്ട്, വലിച്ചിട്ടുമുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ സയനൈഡിൻ്റെ കുപ്പി എൻ്റെ കയ്യിൽ പൊട്ടിക്കഴിഞ്ഞാൽ എനിക്കും മരണമാണെന്നുള്ളത്. അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെഡിക്കേഷൻ. ഗവൺമെൻറ് ഹസ് ടോൾഡ് യു ടു ക്യാച്ച് എം എലൈവ്. അപ്പം അവൻ ഇത് കഴിക്കരുത്. അത് പിടിച്ച് വലിക്കുന്ന സമയത്ത് നമ്മൾ ചാവുമെന്നുള്ളതൊന്നും അപ്പം നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, അതാണ് ഇപ്പം ഹണ്ടിനകത്തൊക്കെ അത് കാണിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പിടിച്ച് വലിക്കുന്നത്. പക്ഷെ അത് പൊട്ടാം. ഈ കുപ്പി വളരെ നൈസ് കുപ്പിയാണ്. നമ്മൾ ഈ കടിക്കാൻ വേണ്ടി എളുപ്പത്തിന്, അതെ, നമ്മൾ ഈ ഇഞ്ചക്ഷൻ വേണ്ടിയിട്ട് ഡിസ്റ്റിൽ വാട്ടർ അങ്ങനെ ടക്കിന് അത്രയും അതിലും നൈസായിരിക്കും. ഇത് നാക്കിനകത്ത് അടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇവരെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഇട്ട് നാക്കിൻ്റെ അടി ഇത് വയ്ക്കുക. നാക്കിൻ്റെ അടിയിലാണ് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പോർഷൻ ഓഫ് ദ ബോഡി, സോഫ്റ്റ് ആയിട്ടുള്ളത്. അതാണ് പെട്ടെന്ന് കട്ടാവും. അതാണ് ഈ നാക്കിന് എന്തെങ്കിലും പെയിൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അതും സ്ട്രെയിറ്റ് ബ്രെയിനിന് അടിക്കുന്നത്. അതുകൊണ്ടാണ് അത് നാക്കിനടിയിൽ വെച്ചിട്ടാണ് ഇവരിത് കടിക്കുന്നത്. അപ്പം ഇവിടുന്ന് എടുത്തിട്ട് ഇങ്ങോട്ടുള്ള ഈ സമയമുള്ളൂ, ഇതിനിടയ്ക്ക് നമ്മളിത് പിടിക്കണം. അപ്പോൾ ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും മരിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മളാരും മരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇറ്റ് വാസ് സോ റിസ്കി ഓപ്പറേഷൻ. അത് ഈ ക്യാപ്റ്റൻ രവീന്ദ്രൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ പിള്ളേരും അതെ. അപ്പോൾ അനിലാണെങ്കിലും ശരി, മലയാളികളുണ്ടായിരുന്നോ? പിന്നെ എൻ്റെ കൂടെയുള്ള ഇപ്പം എൻ്റെ മേജർ സർവീസ് അക്കാഡമി നടത്തുന്ന റൺ ചെയ്യുന്ന എൻ്റെ ഫുൾ ഇൻചാർജ് ക്യാപ്റ്റൻ അനിലാണ്, ഓണററി ക്യാപ്റ്റനായിട്ട് റിട്ടയർ. അവനാണ് എൻ്റെ ബഡ്ഡി. അപ്പം കടക്കലിലുണ്ട്.
ഇന്നും ഞങ്ങൾ 38 വർഷമായിട്ട് ഒരുമിച്ചിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന റിസ്ക് അനിലിനറിയാം ഞാൻ ആരാണെന്ന്. അനിൽ പലയിടത്തും പറയുമല്ലോ, സാർ ഒരിക്കലും ഞങ്ങളെ മുന്നേ വിട്ടിട്ടില്ല. ശരിയാണോ? നിങ്ങളൊരു ലീഡറാണെങ്കിൽ ലീഡ് ഫ്രം ദ ഫ്രണ്ട്. ബാക്കിയുള്ള റെസ്പോൺസിബിലിറ്റി ഒക്കെ യു ടേക്ക് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ലീഡറായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, വേറെ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടി. എനിക്കെല്ലാം സോഫ്റ്റ് ആയിട്ടുള്ളത്, ബാക്കിയുള്ളതെല്ലാം എൻ്റെ തലയ്ക്ക് വെച്ച് കൊടുക്കുക. ദാറ്റ്സ് എ സ്റ്റുപ്പിഡ് ലീഡർ. ഐ കോൾ ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ സീരീസ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ NSC കമാൻഡോസ് അല്ലാതെ മറ്റ് തലപ്പത്തുള്ളവരും തമ്മിലൊരു വലിയ ഐക്യമില്ലായിരുന്നു. അങ്ങനെ ആയിരുന്നു? അങ്ങനെയല്ല, ഇതിനകത്ത് കുറേ തെറ്റുകളുണ്ട്. ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്, ഞാൻ ഈ നമ്മൾ കാലത്ത് പോയിട്ട് SITയിൽ പോയിരിക്കും, ഞാനും എൻ്റെ ടീം. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാർ പാർക്കും എൻ്റെ പിള്ളേരൊക്കെ ഇങ്ങനെ കാണാം അവിടെ. അവരവിടെ താഴത്തെ കാറിലും ഇതിലൊക്കെ ആയിട്ട് ഞാനിരിക്കുന്ന DIG രാജു സാറിൻ്റെ, DIG എന്ന് പറഞ്ഞാൽ പിന്നീട് DG ആയി, കാരണം അങ്ങനെ ജമ്മു കാശ്മീർ കാഡറായിരുന്നു, രാധാ വിനോദ് രാജു. ഈ മനുഷ്യനാണ് ഈ കംപ്ലീറ്റ് ബ്രെയിൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പറേഷൻ. അദ്ദേഹത്തിൻ്റെ പേര് അതിനകത്ത് അങ്ങനെ അവിടെ ഇവിടേക്ക് നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെസ് ഈ രാധാ വിനോദ് രാജു സാർ ഇന്ന് മരിച്ചുപോയി. അപ്പം അദ്ദേഹം മരിച്ചുപോയത് ക്യാൻസറായിട്ടായിരുന്നു. ഇദ്ദേഹം അവിടെ ഓഫീസിലിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ നേരെ മുമ്പിൽ ഒരു ചെയറുണ്ട്, അപ്പുറത്ത് നമുക്ക് VCR പ്ലേ ചെയ്യാനുള്ള ഒരു പ്ലെയറും ഈ ഒരു കാസറ്റും ഉണ്ട്. ഈ മരണത്തിൻ്റെ കാസറ്റും ഫുള്ളായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയാം, എടോ താൻ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ നോക്കി എന്തെങ്കിലും കിട്ടുമോ നോക്കുന്നു. അപ്പം ഞാൻ ആ കാസറ്റ് ഒരു 500 രൂപ കണ്ടു, എപ്പോഴും അതിങ്ങനെ ഇടും നോക്കും, എന്നിട്ട് എന്തെങ്കിലും അവിടെ ഉണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് ആ കാസറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. 34 വർഷത്തോളമായി. അതെന്തുകൊണ്ടാണ് അത്രയും പ്രാവശ്യം നമ്മൾ കണ്ടതുകൊണ്ട്. മരണം നടക്കുന്നു, അതിനകത്ത് രാജീവ് ഗാന്ധി വരുന്നു, അദ്ദേഹം ആ ഗാർലൻഡ് ഇടാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ സ്റ്റാച്യൂവിൽ പോകുന്നു. കംപ്ലീറ്റ് ആളുകളുണ്ട്, പൊളിറ്റീഷ്യൻസ് മുഴുവൻ വൈറ്റ് കുർത്തയും പൈജാമ ഇട്ടിട്ടുള്ളവരും ധോത്തിക്കാരും എല്ലാം ഈ സ്റ്റാച്യൂവിൻ്റെ മുകളിൽ കയറി എന്നിട്ട് തിക്കും തിരക്കുമാണ് ഇദ്ദേഹത്തിന് മാലയിടാൻ വേണ്ടിയിട്ട്. മാലയിട്ട് ഇറങ്ങിയിട്ട് പിന്നീട് നടക്കുന്നുണ്ട്. നടന്നിട്ട് ഒരു കൈവഴി കൂടെയാണ്. അപ്പോൾ 2 സൈഡിലും ആൾക്കാർ ക്രൗഡുണ്ട്. ഇന്നത്തെ PM കൊടുക്കുന്ന വെള്ള സെക്യൂരിറ്റി അല്ലായിരുന്നു അന്ന്. ഓക്കെ എന്നുള്ളത് എന്നൊന്നും അടുക്കാൻ സമ്മതിക്കില്ല, കാരണം ബിക്കോസ് ഓഫ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. എന്നിട്ട് ആ വഴിയിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെ അവരൊക്കെ പറയലാണ് ഈ വൈറ്റ് കുർത്ത പൈജാമയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഈ കാക്കിക്കാർ പോലീസുകാർ മുഴുവൻ കൂടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സർക്കിളുണ്ട് ഇവിടെ സ്റ്റേജ്. അപ്പോൾ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സർക്കിളാണ്. അതിനകത്ത് ഇപ്പോൾ പ്രസംഗം നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആരും നിർത്തില്ല സെക്യൂരിറ്റിക്കാരുമാർ. പക്ഷെ അവിടെ അതിനകത്ത് പോലും ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, ഒരു ലേഡി, അവരുടെ റെക്കമെൻഡേഷനിൽ 2-3 ആൾക്ക്, അതിൻ്റെ കൂടുതൽ ഈ തനുവുണ്ട്, ശിവരാസനും ഗ്യാങ്ങും ഉണ്ട്. ഇവർ നിൽക്കുന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതുവരെ കൂടെ നടന്ന കോൺഗ്രസ്സുകാരൊന്നും പിന്നെ ആരുമില്ല. കോൺഗ്രസോ ഘടകകക്ഷിയോ ഏതാണെങ്കിലും ശരി, ഇങ്ങോട്ട് കയറിയപ്പം ഈ പോലീസുകാർ മാത്രമുണ്ട് കൂടെ. വിത്തിൻ നോ ടൈം എവറിത്തിങ് ഹാപ്പൻ. ഒരു 2 മിനിറ്റിനകത്ത് ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു നേതാവ്, എൻ്റെ ആ കൂട്ടത്തിൽ ഒരു രാഷ്ട്രീയക്കാരും മരിച്ചു പോയിട്ടില്ല. ഓക്കെ, 30 ചിലാണ് പോലീസുകാർ മരിച്ചെന്ന് തോന്നുന്നു, 40-40 തോന്നുന്നുണ്ട്. പിന്നെ സിവിലിയൻസ്, ആ കുട്ടി, ആ മറ്റേ കോൺഗ്രസിൻ്റെ നേതാവ് ലേഡി റെക്കമെൻഡേഷനിൽ പോയത്, ശുഭ, തനു, ഇവരെല്ലാം. ശിവരാസനടക്കം ബാക്കിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാം VCR. അവൻ ബാക്കിലോട്ട് പോകുന്നു, ഫോട്ടോഗ്രാഫർ ദൂരെ പോയിരുന്ന് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവൻ പോകുന്നു. അവനും ശുഭയും അങ്ങനെ ഇവള് മാത്രം ഒറ്റയ്ക്കാവുന്നു. കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്താണ് രവിയേട്ടൻ ഇപ്പം നമ്മളോട് ചോദിച്ച ചോദ്യം, രവിയേട്ടൻ്റെ മനസ്സിൽ ഉത്തരം എന്താണ്? ഇതിൻ്റെ നിങ്ങൾ വെറും ആ സീരിയലിലും പറഞ്ഞിട്ടുണ്ട്. സീരീസിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്, ലാസ്റ്റിൽ ഹു ആക്ച്വലി കിൽ രാജീവ് ഗാന്ധി എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അപ്പം അത് ജനങ്ങൾ ഇതിനെക്കുറിച്ച് മറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പം ആ ഒരു സീരിയൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പം ജനങ്ങൾ ഒരു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾക്കുള്ള സമയമായിരിക്കുന്നു. കാരണം കാലചക്രം എന്ന് പറയുന്നത് നീതി അല്ലെങ്കിൽ സത്യം എന്നും പുറത്തു വരും, കർമ്മ. അപ്പം അതിൽ കുറേ പേര് മരിച്ചുപോയി. അതിനകത്ത് ഇപ്പം രാജു സാർ
രാജു സാറിൻ്റെ ഡെഡിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ കാർത്തികേയനാണല്ലോ ഹൈലൈറ്റ് ചെയ്യുന്നത് അല്ലേ? ഇതിനകത്ത് കാർത്തികനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഹി വാസ് നോട്ട് ദ പേഴ്സൺ ഹു വാസ് ഡൺ ദിസ് കംപ്ലീറ്റ് തിങ്സ്. അങ്ങേരി ഡൽഹിയിൽ സംസാരം ഇതൊക്കെ തന്നെയുള്ളൂ. അവിടുന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് എന്താണ് അതിനനുസരിച്ച് നടക്കാം. ഇവിടെ തിങ്കൾ ടു വെള്ളി വരും, പോവും, അത്രേ ഉള്ളൂ. ഹൈദരാബാദിൽ അങ്ങനെ ഫാമിലി ആയിരുന്നു, അപ്പോൾ അവിടെ പോവും. രാജു സാറിനെ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ, രാജു സാറിൻ്റെ വീട് അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അദ്ദേഹം CBI യിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അവിടെ തൊട്ടടുത്താണ്. ഒരു നന്ദനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്. ഞങ്ങളിരിക്കുന്നത് മമ്മൂക്കാൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള മല്ലികയിൽ. അവിടുന്ന് ഒരു 4 കിലോമീറ്റർ അതേ ഉള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ 24 hours ഇവിടെ ഉണ്ടായിരിക്കും. അവിടുന്ന് തൈര് സാദം കിട്ടുന്ന ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക, അങ്ങനെ തന്നെ. ഞാൻ പിന്നീടാണ് അറിയുന്നത് അച്ചാമ്മ മേഡത്തിന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. ഈ സമയത്ത് പോലും ഈ മനുഷ്യൻ ഇവിടെ ഓഫീസിലാണ്. ഇതാണ് ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്. വെൻ യു ഡു ഇറ്റ് ഫോർ ദ കൺട്രി, നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് യുവർ ഫാമിലി കംസ് ലാസ്റ്റ് എന്ന് പറയുന്നത് ആണ് രാജു സാറെ എനിക്ക് എക്സാമ്പിൾ കാണിച്ചത്. ഞാനിത് അറിയുന്നത് ഒരു 2 ആഴ്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ്. കാരണം ഒരു പ്രാവശ്യം ഫോണിൽ കൂടെ സംസാരിക്കുകയാണ്. ചമ്മ എന്താണ് മരുന്ന് കഴിക്കാത്തത് ഇങ്ങനെയൊക്കെ പറയുന്നൊരു രാജു സാറിനെ ഞാൻ കണ്ടു. പിന്നെ വല്ലപ്പോഴും പോയിട്ടുണ്ട് വരികയും ചെയ്യും. ഈ മനുഷ്യൻ നിങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടില്ല. അല്ല, എന്തുകൊണ്ടാണ് അദ്ദേഹം സംസ്കരിക്കപ്പെട്ടത് എന്ന് എന്താ തോന്നുന്നത്? ഇല്ല, അതെന്താ വെച്ചാൽ നിങ്ങളൊരു റിസർച്ച് നടത്തുന്ന സമയത്ത് യു ഷുഡ് ഗെറ്റ് ഇറ്റ് പ്രോപ്പർലി. ഓക്കെ, ഇപ്പം എൻ്റെ കാര്യങ്ങൾ കിട്ടി അല്ലെങ്കിൽ അത് കിട്ടി. എൻ്റെയും ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നളിനെ ഇൻട്രോഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരിക്കലും ഇവിടെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചിട്ടുമില്ല. ഇവരത് സിബ് തുറക്കുന്നതൊക്കെ കാണിക്കുകയാണ്. ഞാൻ ആക്ച്വലി കാണിച്ചത് അവിടെ ഒരു ലേഡി കോൺസ്റ്റബിളിനെ കൊണ്ടുപോയിട്ട് പില്ലോയിൽ വെച്ചിട്ട് അടിക്കുക. അപ്പം നളിനി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെന്തായി നടക്കുന്നത്. ലേഡി കോൺസ്റ്റബിൾ നെലിയും വിളിയും കൂട്ടുന്നുണ്ട്. ഇതാണ് മുരുകൻ കേൾക്കുന്നത്, നളിനി അറിയാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ സംഭവിച്ചാണ്. അപ്പം അതിനെ ഇവർ വന്നിട്ട് സിനിമാറ്റിക് ആയി. പക്ഷെ സിനിമാറ്റിക് ആകുമ്പോഴും ഒരു ഓഫീസർ ആ ഒരു രീതിയിൽ ചിന്തിക്കുമോ എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. ഞാൻ തന്നെ റേപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞത്. റേപ്പ് ഈസ് എ പ്ലഷർ ഫോർ the person who is doing it, not the person who is suffering it. അപ്പം അതൊരു ലേഡിയോട് കാണിക്കുന്ന അതൊക്കെ ഓക്കെ വിടാം. അപ്പം തെൻ ഫുൾ ഓപ്പറേഷൻ കാണിച്ചിരിക്കുന്ന എന്താണ് യൂണിഫോം. ഞങ്ങൾ ഒരിക്കലും യൂണിഫോം ഇട്ടിട്ടില്ല. ബിജുന് വേണമെങ്കിൽ ഞാൻ ആ ലാസ്റ്റിലത്തെ ഫോട്ടോസ് ഞാൻ കാണിച്ചില്ല. ഞാൻ ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എൻ്റെ ഡെഡ് ബോഡീസ് താഴത്ത് കിടക്കുന്ന സമയത്ത് ആ ക്യാപ്റ്റൻ AK രവീന്ദ്രൻ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം കാണാതെ. രവിയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഒരു മനുഷ്യരെ കാണുന്ന വ്യക്തി. യെസ്, അല്ലേ, ആദ്യത്തെ വ്യക്തി.